ഇടുക്കി അടിമാലിയിൽ പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ ദുരിതത്തിലാണ് ജനങ്ങൾ. മണിക്കൂറുകളോളം ക്യൂ നിന്നാലാണ് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നത്. ഗ്യാസ് ഏജൻസികൾ റൂട്ട് സർവീസ് നിർത്തിവെച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഡെലിവറി എന്ന മെസ്സേജ് ലഭിച്ചിട്ടും ആളുകൾക്ക് പാചകവാതകം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഭാരത് ഇന്ത്യൻ ഗ്യാസ് ഏജൻസികൾക്കെതിരെയാണ് പരാതി ഉയരുന്നത്. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, എന്താണ് ആളുകൾ പറയുന്നത്? ക്യൂ നിന്നിട്ടും കാര്യമില്ലേ? റോഷ്നി, ക്യൂ നിന്നിട്ടും കാര്യമില്ല, പണം എത്ര കൊടുത്തിട്ടും കാര്യമില്ല, എത്ര പണം കൊടുത്താലും ഗ്യാസ് കിട്ടാനില്ല എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അടിമാലിയിലെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്കാണ് കഴിഞ്ഞ കുറേ കാലമായി ഈ പാചകവാതക സിലിണ്ടർ ലഭിക്കാത്തത്. അടിമാലിയിലെ ഇന്ത്യൻ ഭാരത് ഗ്യാസ് ഏജൻസികൾക്കെതിരെയാണ് പരാതിയിൽ പറയുന്നത്. അതായത് 50 കിലോമീറ്ററും ദൂരത്തുള്ള ആളുകൾ ഈ ഗ്യാസ് കുറ്റി ഫില്ല് ചെയ്യാൻ വേണ്ടി വാഹനം വിളിച്ച് അടിമാലിയിൽ എത്തേണ്ട സാഹചര്യമാണ്. പക്ഷേ അടിമാലിയിൽ എത്തി ക്യൂ നിന്നാലും അവർക്ക് സാധനങ്ങൾ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. പല ആളുകളുടെയും ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ബുക്ക് ചെയ്ത ഗ്യാസ് സിലിണ്ടർ ഡെലിവറി ആയി എന്നുള്ള മെസ്സേജാണ് വരുന്നത്. പക്ഷേ ഡെലിവറി ആയി എന്നുള്ള മെസ്സേജ് ലഭിക്കുമ്പോഴും അവർക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മെസ്സേജുകൾ ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ മറിച്ച് വിൽക്കുന്നു എന്ന പരാതി കൂടി ആളുകളുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ അടിമാലിയിലെ ഭാരത് ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. ആളുകൾ അവിടെ എത്തി ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്നലെ മുതൽ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ മുന്നിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ്. നട്ടുച്ചയ്ക്ക് 12 മണിക്കൊക്കെ ആളുകൾ 2 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് ആ നട്ടപ്പൊരി വെയിലത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ ജില്ലാ കളക്ടർക്ക് നേരിട്ടും ഇമെയിൽ മുഖേനയൊക്കെ പരാതി നൽകുന്നുണ്ട്. അതുകൂടാതെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും നേരിട്ട് ജില്ലാ കളക്ടറെ കണ്ട് ഈ വിഷയം ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് റൂട്ട് സർവീസ് പുനരാരംഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഗ്യാസ് സിലിണ്ടർ ലഭിക്കാത്തതുകൊണ്ട് പല ആളുകളും വിറകൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. റോഷ്നി, തീർച്ചയായും ഇത് അടിയന്തര ഇടപെടൽ ഉണ്ടാവേണ്ട വിഷയമാണ്. കാരണം സാധാരണക്കാരന്റെ കീശ കീറുന്ന വലിയ ഇരുട്ടടിയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളിലാണ് ആളുകൾ പെട്ടിരിക്കുന്നത്. ഒന്ന്, ഈ വാണിജ്യ സിലിണ്ടറിന്റെ വില 1000-നോടടുത്ത് കൂട്ടിയിരിക്കുന്നു എന്നുള്ളത്. 2, ഈ 5 കിലോയുടെ സിലിണ്ടർ, ഈ ചോട്ടു സിലിണ്ടർ എന്നൊക്കെ പറയുന്നതിന്റെ വിലയും കൂട്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയി അവർ മടങ്ങി എത്തേണ്ട സമയമാണ്. ചിലരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ അവർ തിരികെ എത്തുന്നത് ഈ ഒരു പ്രതിസന്ധിയിലേക്കാണ്. അവരൊക്കെ ഈ 5 കിലോ സിലിണ്ടറൊക്കെ വാങ്ങിയാണ് കേരളത്തിൽ പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചും ഇനി അവർ വീണ്ടും നാട് വിട്ടാൽ അത് വീണ്ടും ഈ വ്യാപാര മേഖലയ്ക്കൊക്കെ പ്രതിസന്ധിയാവും. മറ്റൊന്ന്, ഗാർഹിക സിലിണ്ടറുകളെ അവയുടെ വിലയെ ഇത് ബാധിക്കുകയില്ലെന്ന് ചോദിച്ചാൽ വിലയെ ബാധിക്കുന്നില്ലെങ്കിലും ബുക്കിങ്ങിനെ ബാധിക്കുന്നുണ്ട്. ചില നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലെല്ലാം ഇനി ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബുക്ക് ചെയ്യണമെങ്കിൽ 25 ദിവസം കഴിയണം. ഇതുവരെ അത് 21 ദിവസമായിരുന്നു. അങ്ങനെ എവിടെയും കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇരുന്നിട്ടില്ല. ഏത് തരത്തിലായാലും സാധാരണക്കാരനെ ഇടുത്തിയാണ്.